എടോ രവീന്ദ്രനാഥ, എന്താ സാർ? താൻ ഭാഗ്യം ചെയ്താണ്. നല്ല മുത്തുമണികളത്ത് 2 പെമ്പിള്ളേരല്ലേ കിട്ടിയിരിക്കുന്നത്. പിന്നെ അവർക്ക് താൻ കൊടുക്കുന്ന ഫ്രീഡവും ആ സ്വാതന്ത്ര്യം മറ്റു കാര്യങ്ങളും ഒക്കെ അതൊരു വലിയ ജീവിതം തന്നെ. നല്ലൊരു ഭാര്യനെ കിട്ടിയില്ലയോ, പിന്നെ എന്തുവാ. പിന്നെ എന്തുകൊണ്ടും താൻ ഭാഗ്യം ചെയ്തവനാ. താങ്ക് യു സാർ. പിന്നെ നാളെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഫയൽ പുട്ടപ്പ് ചെയ്ത് അത് ഇയാളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ പറയാ. അത് പുട്ടപ്പ് ചെയ്താലേ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാൻ. നാളെ തന്നെ ചെയ്യാം സാർ. അതിന്റെ എല്ലാം നോക്കി വരിക. ഓ ശരി സാർ. ശരി സാർ. ശരി, ഞാൻ ഇറങ്ങണം. ഓക്കെ സാർ. എന്താ സാർ? ഞാൻ താക്കോലെടുത്തില്ല. ഞാൻ നോക്കിട്ട് വരാം സാർ. ആയിക്കോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഈ പ്രാവശ്യം നീ കത്തിക്കേറി, പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. പിന്നെ അങ്കിള് നല്ല ഹാപ്പി ആയിട്ടാ പോയിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ, ഞാനാണല്ലോ എല്ലാം കൈകാര്യം ചെയ്ത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ സുധിച്ചേട്ടൻ വരുമ്പം എന്തായാലും ആ പുള്ളിയുടെ പടത്തില് ഞാനായിരിക്കും നായിക. എന്തോ എന്തോ സുധിച്ചേട്ടനോ? ഒരു കാര്യം ഞാൻ പറയട്ടാ, ഞാൻ തീരെ ഹാപ്പി അല്ല. അതെന്തമ്മ? എന്ത് ഉദ്ദേശത്തിലടി നിന്റെ അച്ഛനെ എവിടെയോ കിടന്നൊരു ചെറുക്കനെ നമ്മുടെ വീട്ടിൽ കയറ്റി താമസിക്കാന്ന് പറഞ്ഞാൽ 2 പ്രായമായിട്ടുള്ള പെമ്പിള്ളേരുള്ള വീടാണ്. എവിടെയോ കാണാത്തൊരു ചെറുക്കൻ കയറ്റി താമസിക്കാൻ പറ്റൂ? നാട്ടുകാരൊക്കെ എന്തോന്ന് പറയും? ശരിയാണ്, ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ കൊള്ളാന്ന്. നീ എന്തോ ചോദിച്ചത്? പയ്യെ പറ. എന്തോന്ന് നിങ്ങൾ ഇവിടെ ഇരി. നിങ്ങളുടെ ഉദ്ദേശം എന്തോന്നാണ്? 2 പ്രായമായിട്ടുള്ള പെമ്പിള്ളേരല്ലേ, കെട്ടിച്ചോടുള്ള പെമ്പിള്ളേരല്ലേ, വല്ല ചെറുക്കാൻ പിടിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റുമോ? പറയണേക്ക് രാംകുമാർ സാർ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് മറുത്ത് പറയാൻ പറ്റൂല. എന്റെ ഓഫീസറാണെങ്കിൽ. അതെ, രാംകുമാർ സാർക്ക് അങ്ങ് ഓഫീസിൽ ഇവിടത്തെ കാര്യം ഞാൻ തീരുമാനിക്കും. ഒരു ചെക്കനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ പറ്റൂല. എന്നാ പിന്നെ നീ തുറന്ന് പറയത്തുണ്ടായിരുന്നു. ഞാൻ പറയും. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല അറിഞ്ഞാത്തവരെ പിടിച്ച് മേളിൽ താമസിപ്പിക്കാനായിട്ട്. രവീന്ദ്രനാഥോ, താക്കോല് കിട്ടിയോ? അവിടെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ ഒരു ആകപ്പാട് ഒരു ബഹളം ആറുപേറി ഞാൻ പുറത്ത് നിന്ന് കേട്ടു. ഇവിടെ എന്ത് പ്രശ്നല്ലേ? അതാ അങ്കിള് ഇവിടെ മറ്റേ താക്കോല് മറന്നു വെച്ചല്ലോ. അപ്പൊ അങ്കിള് എടുക്കാൻ വരുമെന്ന് ഞങ്ങക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു നാടകമൊക്കെ കളിച്ച് അങ്കിളിനെ പറ്റിക്കാന്ന് വിചാരിച്ചു. അയ്യോ, കലക്കിയിട്ടുണ്ട്. നെയ്യപ്പം തിന്ന 2 ഗുണം മനസ്സിലായില്ലേ? നമ്മളെ സുധീഷേ ഇവിടെ സിനിമ പിടിക്കാനാണല്ലോ വരുന്നത്. അതില് ഇപ്പൊ നിങ്ങൾക്ക് അകങ്ങളിക്കാനകത്തൊരു വേഷമുണ്ട്, അമ്മയ്ക്കൊരു വേഷം മാറ്റി വച്ചിട്ടുണ്ട്. അതാവശ്യമില്ല, ഞാൻ പറയാതിരിക്കായിരുന്നു. എന്തൊക്കെ എനിക്കൊരു വേഷം വേണോ നായികയായിട്ട്? നായികയായിട്ട് പറഞ്ഞു നോക്കാം. നോക്കിയാ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.